الحمد لله نحمده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത് ഷിയ ആശയക്കാരനായിട്ടുള്ള PT നാസർ നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. ഇറാൻ വിപ്ലവത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ തോതിൽ ഷിയ സ്വാധീനം അല്ലെങ്കിൽ ഷിയ ആഭിമുഖ്യം ജനങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നീട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ഷിയ ആശയക്കാർ നടത്തി നോക്കി. അതൊന്നും വലിയ തരത്തിൽ ഫലം ചെയ്തില്ല. ഇപ്പോഴാണ് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഷിയാക്കളോടുള്ള ആഭിമുഖ്യവും ആ താല്പര്യവും ജനങ്ങളിൽ വ്യാപകമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ലോകാടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ഈ റാഫിദുകൾ ധീരന്മാരായിട്ടും വീരന്മാരായിട്ടും പരിചയപ്പെടുത്തുകയും അവരിൽ മുസ്ലിമീങ്ങളെ ധാരാളം കൊന്നൊടുക്കിയ ഇവർ എല്ലാ കുഫറിന്റെ പ്രചാരകരായി ഇവർ കൊല്ലപ്പെടുന്ന സമയത്ത് അവരെ ഷഹീദുകളായി പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് കേരളത്തിലും വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു. ആ ഷിയ ആശയത്തോടെ ആളുകൾക്ക് വലിയ തോതിൽ ആഭിമുഖ്യവും വരികയും ചെയ്യുന്നു. അതിന് ഈ PT നാസറിന്റെ അഭിമുഖത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഇറാൻ വിപ്ലവത്തിന് ശേഷം ഈ ഷിയ സ്വാധീനം ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. അതുപോലെ തന്നെ IPH പോലുള്ള പ്രസിദ്ധീകരണാലയങ്ങളാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. കേരളത്തിൽ കൃത്യമായിട്ട് ഈ ആശയത്തിന് വേണ്ടി പണിയെടുക്കുന്നത് ഇത്രയും കാലം പണിയെടുത്തിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അവരെ പ്രബോധനമാണെങ്കിലും മാധ്യമമാണെങ്കിലും മീഡിയ വൺ ആണെങ്കിലും ഒക്കെ ആ ഒരു പക്ഷത്തെ ഇറാൻ പക്ഷത്തെയും ആ ഒരു ഷിയ പക്ഷത്തുള്ള ആളുകളെയും വീരവൽക്കരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇപ്പം വളരെ കൂടുതലായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ പക്ഷത്തുള്ള ആളുകൾ ഇതുവരെ പറഞ്ഞിരുന്നത് എന്താണ്? നമ്മൾ ഇറാന്റെ പക്ഷത്ത് ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ അമേരിക്ക ഇറാനോട് യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ അവരെക്കാളും ഭേദപ്പെട്ടവരായതുകൊണ്ടാണ് ഇറാന്റെ പക്ഷത്ത് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ നിന്നും കടന്ന് ഷിയ ആശയത്തെ ഡിഫെൻഡ് ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അവർക്ക് വ്യാപകമായ തരത്തിൽ അവർ വെള്ളപൂശുന്നിടത്തേക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധകരെത്തി എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവർ സലഫുകളെ സംബന്ധിച്ചിടത്തോളം റാഫിദുകൾ ഷിയായിസത്തിൽ അതിരുകവിഞ്ഞ റാഫിദുകൾ കാഫറുകളാണ് എന്നുള്ളത് സലഫുകളുടെ കാലം മുതൽ ഇക്കാലം അത്രയുമുള്ള പണ്ഡിതന്മാരെല്ലാവരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഷിയായിസം ആരോപിക്കപ്പെട്ടിട്ടുള്ള ഇമാം സൻആനി, ആ ഷിയായിസം എന്ന് പറയുന്നത് എന്താണ്? റഫ്ദിലേക്ക് എത്താത്ത ഷിയായിസമാണ്. അത് ആരോപിക്കപ്പെട്ട ഇമാം സൻആനി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അർ-റാഫിദിയ്യു ഇൻദി കാഫിർ, റാഫിദി എന്റെ അടുത്ത് കാഫിറാണ് എന്റെ അഭിപ്രായത്തിൽ. ഇത് ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയർ ആലാം നുബുലയിൽ രേഖപ്പെടുത്തിയ 14-ാം വാള്യം 178-ാമത്തെ പേജിലെ. അപ്പോ ഇതിലൊരു അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അതില് കക്ഷിഭേദമന്യേ എല്ലാ വിഭാഗങ്ങളും അശ്അരികളാണെങ്കിലും അതുപോലെ തന്നെ അഹ്ലുൽ ഹദീസ് ആണെങ്കിലും മാതുരിദികളും അങ്ങനെ എല്ലാ വിഭാഗവും അത് എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എന്നാലോ നമ്മുടെ നാട്ടിലെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരെ ചമ്പ്രാക്കന്മാരായിട്ടുള്ള ഈ റാഫിദുകളെ എന്ത് ചെയ്യണം? എങ്ങനെങ്കിലും വെളുപ്പിച്ചെടുക്കണം. അതിനൊരു തെളിവും അവർക്ക് കിട്ടിയിട്ടില്ല. ആകെ കയ്യിൽ കിട്ടിയ ഒരു തെളിവെന്താണ്? അതാണ് ഷമീർ മൗലവി വടകര അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് ഇപ്പം പ്രചരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എന്ത്? ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അബ്ബാദ് ഇബ്നു യാക്കൂബ്
അൽ അസദി എന്ന പേരിലുള്ള ഒരു ഷിയയുടെ റിവായത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സഹാബത്തിനെ ചീത്ത പറയുന്ന മുബ്തദിയായ എന്നാൽ സദൂക്കായ ഷിയസത്തിൽ തീവ്രവാദമുള്ള ഒരാളെയാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഹദീസിൽ സനദായി കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല ഡോക്ടർ അസ്ഹരി, അബ്ദുൽ നസീർ അസ്ഹരി പറയുന്നത് എന്താണ്? ഷിയാക്കൾ കാഫറുകളാണെങ്കിൽ സഹീൽ ബുഖാരിയിൽ കാഫറുകളുടെ ഹദീസുകൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഹിന്ദുക്കളുടെയും ജൂത ക്രിസ്ത്യാനികളുടെയും ഹദീസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ആയിത്തീരും എന്നുള്ളതാണ്. ഷിയാക്കൾ കാഫിറാന്ന് പറഞ്ഞാൽ എന്താണ്? വിവരമില്ലാത്ത കോമാളികളെ അതിന്റെ അർത്ഥം. ഇമാം ബുഖാരിയുടെ ഹദീസിന്റെ കിതാബില് സ്വഹീഹുൽ ബുഖാരിയിൽ കാഫിരീങ്ങളെ റിപ്പോർട്ട് ഉണ്ടെന്നല്ലേ? അയ്യോ നല്ല നിങ്ങൾക്ക് എന്ത് പറയാം? സ്വഹീഹുൽ ബുഖാരിയിൽ ജൂതന്മാരുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിൽ ക്രിസ്ത്യാനികളുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഇമാം മുസ്ലിമിന്റെ കിതാബിൽ ഹൈന്ദവരുണ്ട്, ബുദ്ധമതക്കാരുണ്ട് എന്ന് അപ്പോ ആകെ കിട്ടിയ ഒരു തെളിവാണിത്. എന്ത്? ബുഖാരിയിൽ ഒരു ഷിയയുടെ ഹദീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കാഫിറാണെന്ന് ഇമാം ബുഖാരിയുടെയും സെലഫുകളുടെയും വാദമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കാഫിറിന്റെ ഹദീസ് സഹീഹ് ബുഖാരിയിൽ വരിക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് ഇവരുടെ തെളിവ് പിടുത്തത്തിന്റെ എപ്പോഴുള്ള രീതിയാണ്, വളഞ്ഞു മൂക്ക് പിടിക്കുക എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പിന്നെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കുക. ഇപ്പം ചർച്ച വന്നിട്ടുള്ള ഒരു വിഷയമാണെന്ത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത 6-ാം വയസ്സിലാണ്, വീട്ടിൽ കൂടി 9-ാം വയസ്സിലാണെന്നുള്ള സഹീഹ് ബുഖാരിയിലും ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം വന്നിട്ടുള്ള കാര്യമാണ്. ആ വിഷയത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസ് ഒന്നും സ്വീകരിക്കൂല. പിന്നെയോ ഇവിടെ ആ അസ്മാ റളിയല്ലാഹു അൻഹയുടെ പ്രായവും അതൊക്കെ കണക്കുകൂട്ടി ഇങ്ങനെ വളഞ്ഞിട്ട് എന്ത് ചെയ്യും? തെളിവുണ്ടാക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം 17 18 ഈ രീതിയിലാണ് ഈ വിഷയത്തിന്റെ തെളിവ് പിടുത്തവും വന്നിട്ടുള്ളത്. ഇമാം ബുഖാരി ഷിയാക്കളെ കുറിച്ച് പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഖൽഖു അഫ്ആലുൽ ഇബാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 125-ാമത്തെ പേജിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഷിയാക്കളോട്, റാഫിദികളോട്. ആ റാഫിദികളുടെ ഏറ്റവും കൂടിയ വെർഷനാണ് ഇവിടെ ഉള്ളത്. ഇന്നത്തെ ഇറാനിലുള്ള ഭരണകൂടവും അവിടുത്തെ എന്താണ് മതമേലധ്യക്ഷന്മാരുടെയും ആശയം എന്ന് പറയുന്നത് ഇമാം ബുഖാരി പറഞ്ഞ റാഫിദികൾക്കാണ് കൂടിയ വെർഷനാണ്. ഇമാം ബുഖാരി പറയുന്നു, മാ ഉബാലി സല്ലൈതു ഖൽഫൽ ജഹ്മി വറാഫിദി അം സല്ലൈതു ഖൽഫൽ യഹൂദി വന്നസാറ. റാഫിദിയുടെയോ ജഹ്മിയുടെ പുറകിൽ നിസ്കരിക്കുന്നതും ജൂതന്റെ ക്രിസ്ത്യാനിയുടെ പുറകിൽ നിസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. രണ്ട് ടീമും എന്ത് തന്നെയാണ്? കാഫിറുകളാണെന്നുള്ളത്. ജഹ്മികളും റാഫിദികളും ആരെ പോലെ തന്നെയാണ്? ജൂത ക്രിസ്ത്യാനികളെ പോലെ തന്നെയാണെന്ന്. വലാ യുസല്ലം അലൈഹിം വലാ യുആദൂൻ വലാ യുനാകഹൂൻ. അവരോട് സലാം പറയാൻ പാടില്ല, അതുപോലെ തന്നെ അവരെ സന്ദർശിക്കാൻ പാടില്ല, അവരെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇത് ഇമാം ബുഖാരി നസ്സായി രേഖപ്പെടുത്തിയതാണ്. ഈ തെളിവ് അവർക്ക് വേണ്ട. പിന്നെന്താണ്? ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണം, വളഞ്ഞ് തെളിവുണ്ടാക്കണം. ഇനി സലഫുകളുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള ഉലമാക്കള് റാഫിദികളെ സംബന്ധിച്ച് പറഞ്ഞ നസ്സായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സംസാരങ്ങളൊന്നും ആവശ്യമില്ല. അത് കക്ഷിഭേദം തന്നെ. ഇമാം അശ്അരി പറഞ്ഞാണെങ്കിലും ഗസാലി പറഞ്ഞതാവട്ടെ, റാസി പറഞ്ഞതാവട്ടെ, എല്ലാ വിഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഈ കാലഘട്ടത്തിലേക്ക് വന്നാണെങ്കിൽ ഇമാം മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലി ഷെയ്ഖ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, റാഫിദത്തു ഹാദിൽ അജ്മാൻ മുർത്തദൂൻ കുഫാർ. ഈ കാലഘട്ടത്തിലെ റാഫിദുകൾ മുർത്തദുകളും കുഫാറുകളുമാണ് എന്നുള്ളത്. അതേ ഈ ഒരു കാലഘട്ടത്തിലെ റാഫിദുകളുടെ ഈ ഖാംനായുടെ ഷെയ്ഖായിട്ടുള്ള ഉസ്താദിനെ കുറിച്ച് ഇമാം അൽബാനി എന്താ പറഞ്ഞത്? കാഫിറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിരിക്കെ ഇങ്ങനെ വളഞ്ഞ് തെളിവുണ്ടാക്കുക. ആകെ കിട്ടിയൊരു തെളിവാണിത്. അപ്പോ ഈ ഒരു ഹദീസ് എടുത്തു നോക്കുകയാണെങ്കിൽ കിതാബ് തൗഹീദിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്, അതിൽ അബ്ബാദ് ബിൻ യാഖൂബ് അർ-റവാജിനി അല്ലെങ്കിൽ അൽ അസദി എന്ന് പറയുന്ന ഷിയയാണെന്നുള്ളത് ഹദീസിന്റെ റിജാലുകളുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടുള്ള ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ഷിയാക്കളെ കുറിച്ചുള്ള നിലപാട് നമുക്ക് വ്യക്തമായി മനസ്സിലായി. ഇമാം ബുഖാരിയുടെ നിലപാട് വ്യക്തമായി മനസ്സിലായി. ജൂതന്മാരും ഷിയാക്കളും തമ്മിൽ വ്യത്യാസമില്ല, രണ്ടുപേരും പുറകിൽ നിസ്കരിക്കുന്ന ഒരുപോലെയാണെന്ന് പറഞ്ഞു. അപ്പോ ഈ പറയപ്പെട്ട ഷിയ ആരായിരിക്കൂല? റാഫിദി ആയിരിക്കൂല എന്ന് തന്നെ മനസ്സിലായില്ലേ? മുക്കഫറത്തായ ബിദഅത്താകുന്ന റഫ്ളിലേക്ക് എത്തിയിട്ടില്ല ഇയാളുടെ ഷിയായിസ് എന്ന് അതിൽ തന്നെ മനസ്സിലായില്ലേ? ഇനി ഇബ്നു ഹജർ അസ്ഖലാനി വ്യക്തമായി തഹ്ദീബിൽ രേഖപ്പെടുത്തി നമുക്കറിയാം, വഅമ്മ തശയ്യുഉ ഫീ ഉർഫിൽ മുതഅഖിരീൻ ഫഹുവ റഫ്ദ്. മുതഅഖിരീങ്ങളുടെ ഉർഫിൽ
അവരുടെ ഭാഷയിൽ തശയ്യു എന്ന് പറഞ്ഞാൽ എന്താണ്? റഫ്ദാണ്. റാഫിദികളെ കുറിച്ചാണ് നമ്മൾ പിൽക്കാലക്കാരെ നമ്മൾ എന്ത് ചെയ്യുക? ഷിയാക്കൾ എന്ന് പറയുക. ഫലാ തുഖ്ബലു റിവായത്തു റാഫിദി, റാഫിദിയുടെ റിവായത്ത് സ്വീകരിക്കാൻ പാടില്ല. അൽ ഗാലി വല ഖറാമ, അവരെ എന്താണ് ഗാലിയായ റഫ്ദുള്ള ആളുകളുടെ റിവായത്ത് സ്വീകരിക്കാൻ പാടില്ല, അവർക്കൊരു മാന്യതയുമില്ല. എന്നാൽ التشيع في عرف المتقدمين هو اعتقاد تفضيل علي على عثمان. എന്നാൽ മുൻഗാമികളുടെ അടുത്ത് എന്താണ് അലി റളിയല്ലാഹു അൻഹുവിനേക്കാളും അലി റളിയല്ലാഹു അൻഹുവിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാളും ശ്രേഷ്ഠത കൽപ്പിച്ച എന്താണ് ഷിയായിട്ടാണ് പരിഗണിക്കപ്പെടുക. അന്ന് കൂടുതലുള്ള ഷിയായിസം എന്ന് പറയുന്ന ഇന്നത്തെ റാഫിദിയ്യത്ത് അല്ല കൂടുതലുള്ളത്. അതൊക്കെ പിന്നീടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വ്യാപകമായി വന്നിട്ടുള്ളത്. ഇനി ഈ അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇമാം ബുഖാരിയുടെ നിലപാട്. ഇമാം ബുഖാരി നസ്സായി പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി ഖൽഖു അഫ്ആൽ ഇബാദിൽ. അപ്പൊ ഇത് ഇയാൾ ഷിയാണെന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഷിയായിരിക്കും? റാഫിദിയ്യത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത അതിന് താഴെയുള്ള ഷിയായിരിക്കും എന്നുള്ളത്. അത് ഇയാളെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. സെയ്ദികളുടെ ഗ്രന്ഥങ്ങളെല്ലാം അവരുടെ വലിയ ഹദീസ് പണ്ഡിതനായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് റാഫിദുകൾ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. തബരിസി വരുന്നത് വരെയുള്ള റാഫിദുകളെല്ലാം പറഞ്ഞിട്ടുള്ളത് അബ്ബാദ് ഇബ്നു യാഖൂബ് ആരിനെയാണെന്നാണ്, സെയ്ദിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സെയ്ദികളുടെ വലിയ മുഹദ്ദിസാണ് ആര്? മുഹമ്മദ് ഇബ്നു മൻസൂർ അൽ മുറാദി. അയാൾ ധാരാളമായിട്ട് ഇയാളുടെ ഹദീസ് ധരിച്ചിട്ടുണ്ട്. ഈ അബ്ബാദ് ഇബ്നു യാഖൂബിന്റെ ഷെയ്ഖ് തന്നെ വലിയ എന്താണ് സെയ്ദി പണ്ഡിതനായിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ അബുൽ ഫറജ് അൽ അസ്ബഹാനി, അഗാനിയുടെ അബുൽ ഫറജ് അൽ അസ്ബഹാനി സെയ്ദിയായിട്ട് അറിയപ്പെട്ട ആളാണ്. അദ്ദേഹം ഇയാൾ സെയ്ദിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇയാള് സെയ്ദ് റളിയല്ലാഹു അൻഹു അയാളുടെ സഹോദരനായ ബാക്കറിനേക്കാൾ അവ്വലാണെന്നുള്ള കാര്യത്തിൽ ധാരാളം റിവായത്തുകൾ ഉദ്ധരിച്ചിട്ടുള്ള ആളാണ് സെയ്ദിയത്തിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു സെയ്ദിയാണ് ഇയാള്. അത് ഇന്നത്തെ അറിയപ്പെട്ട സെയ്ദി പണ്ഡിതന്മാരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിവുകൾ സഹിതം ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് വിശകലനം ചെയ്യാം. അപ്പോ സെയ്ദി എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എന്താണ്? ഷിഈ വിഭാഗമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഇപ്പോ നിങ്ങൾ ഇങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഷിയാക്കള് ബുഖാരിയിൽ എന്തുണ്ട്? ഒരു റിവായത്തുണ്ട്, ഷിയയിൽ നിന്ന് റിവായത്തുണ്ട് എന്നാണ്. ഈ ഷിയാക്കൾക്ക് സഹീഹ് ബുഖാരിയോടുള്ള നിലപാട് എന്താണ്? അവർ ഈ ബുഖാരി സ്വീകരിക്കുന്നുണ്ടോ? ഈ ബുഖാരിനെ ഏറ്റവും വെറുക്കപ്പെട്ട, തഴയപ്പെട്ടിട്ടുള്ള, അകറ്റി നിർത്തേണ്ട ഗ്രന്ഥമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളെ വിമർശിക്കുന്നതിലും പരിഹസിക്കുന്നതിലും നിങ്ങളുടെ സെലഫായിട്ടുള്ള ആളുകളാണ് ആര്? ഈ റാഫിദുകൾ എന്ന് പറയുന്ന ആളുകൾ. ഇനി ഈ സഹീഹ് ബുഖാരിയിൽ അബ്ബാദ് ഇബ്നു യാഖൂബിന്റെ എത്ര ഹദീസ് വന്നിട്ടുണ്ട്? ഒരേ ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്, ഒരൊറ്റ സ്ഥലത്ത്. സഹീഹ് ബുഖാരിയിൽ എത്ര റാവിമാരുണ്ടാകും? അപ്പോ ഒരേ ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അതും എങ്ങനെ വന്നിട്ടുള്ളത്? മുതാബഅയായിട്ടാണ് വന്നിട്ടുള്ളത്. അടിസ്ഥാന എന്താണ് ഇഅ്തിമാദ് ചെയ്തിട്ടുള്ള അസ്ലായിട്ടുള്ള റാവി അല്ല ആര്? ഈ പറയുന്ന അബ്ബാദ് ഇബ്നു യാഖൂബ്. ആ ഹദീസ് തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഖാല ഇമാം ബുഖാരി ഹദസനാ സുലൈമാൻ ഖാല ഹദസനാ ശുഅബ അനിൽ വലീദ്. എന്നിട്ട് പറയാണ് വ ഹദസനി അബ്ബാദ് ഇബ്നു യാഖൂബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ മെയിൻ റിപ്പോർട്ടറെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വ ഹദസനി, അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് എന്തായിട്ട് മുതാബഅയായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അബ്ബാദിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അബ്ബാദിന്റെ റിപ്പോർട്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ സെയിം ആണ് കാര്യം. കാരണം എന്താണ്? ഹദീസ് മറ്റൊരു റാവിയിലെ റിവായത്തോടുകൂടി സഹിഹായിട്ട് വന്നതാണ്. അപ്പോ നമുക്കറിയാം ഹദീസിലെ നിയമപ്രകാരം എന്താണ്? യുഗ്തഫറു ഫിൽ മുതാബഅാതി വശവാഹിദ് മാ ലാ യുഗ്തഫറു ഫി അൽ ഉസൂൽ. മുതാബഅയുടെ കാര്യത്തിൽ, മുതാബഅയായിട്ട് വരുന്ന റിവായത്തുകൾ റാവിമാരുടെ കാര്യത്തിൽ പലത് നമ്മൾ കണ്ണടക്കാം. അതിൽ എന്താണ്? വിട്ടുകളയാം, അവരുടെ കാര്യത്തിലുള്ള സംസാരങ്ങൾ വിട്ടുകളയാം. ഏത്? അടിസ്ഥാനപരമായി അവലംബിക്കുന്ന റാവിമാരുടെയും റിവായത്തുകളുടെ കാര്യത്തിൽ പരിഗണിക്കാത്ത, അല്ലെങ്കിൽ ആ കാർക്കശ്യമാരുടെ കാര്യത്തിൽ വേണ്ട, മുതാബഅയായിട്ടുള്ള റാവിമാരുടെ കാര്യത്തിൽ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇമാം ബുഖാരി ഒരേ ഒരു റാവിയില ഒരേ ഒരു ഷിഈ റിപ്പോർട്ടാണ് കൊണ്ടുവന്നത്. ആ ഷിഈ തന്നെ ആരല്ല? റാഫിദി അല്ല. അത് തന്നെ എന്താണ്? മുതാബിയായിട്ടാണ് കൊണ്ടുവന്നത്. അയാൾ ഉള്ളതും ഇല്ലാത്തതും എന്തിനെയാണ്? കണക്കെന്നെയാണ്. ഇതാണ് ഇവരുടെ ആകെ ഒരു തെളിവെന്ത്? ഷിയാക്കൾ മുസ്ലിങ്ങളാണെന്ന് തെളിയിക്കാനുള്ള തെളിവ്.
അപ്പോ എങ്ങനെയെങ്കിലും അവരെന്ത് ചെയ്യണം, മുസ്ലിമീങ്ങളാക്കണം, അവരുടെ അഖീദയെ വെള്ളപൂശണം. അപ്പൊ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള എന്താണ് താൽക്കാലികപരമായിട്ടുള്ളൊരു നിലപാടല്ല നിങ്ങളത്. ഇത്രയും കാലം ഷിയാക്കൾക്ക് വേണ്ടിയിട്ട് വിടുപട ചെയ്തുള്ള ആളുകളാണ്. അവർക്ക് വേണ്ടി ഷിയാക്കളുടെ പരിശ്രമങ്ങൾ, കേരളത്തിലെ റാഫിദുകളുടെ പരിശ്രമങ്ങൾ ഒന്നും ഫലം പോയിട്ടില്ല. പക്ഷെ അവർക്ക് വേണ്ടി ഫലവത്തായിട്ട് വർക്ക് ചെയ്തത് നിങ്ങൾ മാത്രമാണ്. അതാണ് ഇന്നത്തെ ആളുകളുടെ ഈ പ്രതികരണങ്ങളിലൂടെയും അതുപോലെ തന്നെ ഇവരുടെ ഈ ഇറാൻ ഭ്രമത്വത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് അഖീദയാണ്. അത് മുൻകാലത്തും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. മൗദൂദിയും ഹുമൈനിയും തമ്മിലുള്ള ബന്ധം പരസ്പരം പുകഴ്ത്തി പറഞ്ഞതും പരസ്പരം ഗ്രന്ഥങ്ങൾ കൈമാറുകയും ആശയങ്ങൾ കൈമാറുകയും, ഹുമൈനിയുടെ വിലായത്തുൽ ഫഖീഹാണ് ആരുടെ, മൗദൂദിയുടെ ഹുകൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ആശയവും. അപ്പോ അത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ റാഫിദുകളും ഖവാരിജുകളും തമ്മിലുള്ള ബന്ധം 1-ാം തീയതി മുതൽ തുടങ്ങിയതാണ്. അബ്ദുള്ള ബിൻ സബാണ് രണ്ട് ടീമിന്റെയും മേലധ്യക്ഷനായിട്ടുള്ള ആള്. അപ്പൊ നിങ്ങൾ ആ തരത്തിലായാലല്ലാതെ എന്തെല്ലാം സാധ്യമാവുകയില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. ഈ ഷിയായിസത്തിന്റെ അപകടം അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ട ആളുകളാണ് ഇവരെ വെളുപ്പിക്കാൻ നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.